കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകർ ചെയ്യുന്ന പ്രവർത്തനം ഒരുപക്ഷേ കേരളത്തിലെ വലുതെന്ന് വിളിക്കപ്പെടാവുന്ന മാധ്യമങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വാർത്തകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുകയും അവരുടെ ചുറ്റുവട്ടത്തു നടക്കുന്ന വാർത്തകളെ വൈകുന്നേരം അവരുടെ മുമ്പിൽ തന്നെ കൂട്ടായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമായി കേരളത്തിൽ വളരുക ഒരുപക്ഷെ മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു രാജ്യാന്തര മാതൃകയാണിത്. ആ വിധത്തിൽ എങ്ങനെയാണോ 1997 കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനം വീടുകൾക്കകത്തിരിക്കുന്ന സ്ത്രീകളെ കൂട്ടായി അവതരിപ്പിച്ച് അവരുടെ കൂട്ടായ്മകളിൽ ലോകത്തിന് സമാനതയില്ലാത്ത ഒരു കേരള മോഡൽ പടുത്തുയർത്തിയത്, അതേ രൂപത്തിൽ തന്നെ മാധ്യമ രംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരായിട്ടുള്ള മഹാപോരാട്ടത്തിൽ പിറവികൊണ്ടൊരു പ്രസ്ഥാനമാണ് കേരള വിഷനും. അതുകൊണ്ട് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ കൂട്ടായി യോജിച്ച് മഹാപ്രസ്ഥാനമായി മാറിയ രണ്ട് ശക്തികൾ, ഒരാൾ ആതിഥേയനും മറ്റൊരാൾ അതിഥിയുമായി പങ്കെടുക്കുന്നൊരു ചടങ്ങായി ഈ ചടങ്ങ് മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു സായാഹ്നമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ആരംഭിക്കുന്ന കമ്പോളവൽക്കരണത്തിന്, കോർപ്പറേറ്റ് വൽക്കരണത്തിന്, കച്ചവടവൽക്കരണത്തിന് നിങ്ങൾ കൂട്ടുനിന്നില്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്കുമീതെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന സൂര്യൻ എക്കാലത്തേക്കുമായി അസ്തമിച്ചു പോകും എന്ന് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ വക്താക്കൾ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് വാദിച്ചപ്പോൾ, നിങ്ങളുടെ സൂര്യൻ നിങ്ങൾ അസ്തമിച്ചു പോയാൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് കൊച്ചു മനുഷ്യർ ഒരുമിച്ചു നിരുന്ന് കൊച്ചു മെഴുകുതിരികളായി നിന്നു കത്തി 1000 സൂര്യശോഭയോടെ ഇന്ത്യയുടെ ആകാശങ്ങളെ നിറയ്ക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് എന്ന അനുഭവങ്ങളിലൂടെ തെളിയിച്ച കേരള വിഷനും കുടുംബശ്രീയും ഒത്തുചേരുന്ന സായാഹ്നം എന്തുകൊണ്ടും ഏറെ സമ്പന്നമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. കുടുംബശ്രീയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത വിധം നൂറുകണക്കിന് അനുഭവങ്ങളുടെ നടുവിലൂടെയാണ് നാം ജീവിക്കുന്നത്. ബാലസഭകൾ ഇന്ന് കേരളത്തിലെ കുടുംബശ്രീ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. കേവലമായ തങ്ങളുടെ ശാക്തീകരണമല്ല, വരുന്ന തലമുറയുടെ ശാക്തീകരണം കൂടി കുടുംബശ്രീയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മനുഷ്യനായി ജീവിക്കുക പ്രയാസകരമായി മാറിത്തീർന്നിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം കടന്നു പോകുന്നു. തിരുവനന്തപുരത്തിനും അപ്പുറത്ത് വിനോദസഞ്ചാരികൾ വിവേകാനന്ദ പാറ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പാറയ്ക്ക് പേരില്ലാത്ത കാലത്ത് കേരളം കാണാൻ, ഇന്ത്യയാകെ കാണുന്ന യാത്രക്കിടയിൽ കേരളം കാണാൻ കടന്നുപോയ സ്വാമി വിവേകാനന്ദൻ ആ പാറപ്പുറത്ത് കയറിയിരുന്ന് 3 ദിവസത്തെ മൗനധ്യാനവും കഴിഞ്ഞ് വടക്കോട്ട് നോക്കി മലയാളത്തെ കണ്ട് അലറുകയായിരുന്നു. നാം ഒരു ഭ്രാന്താലയമായിരുന്നു എന്ന പ്രഖ്യാപനം. കേരളം ഒരു ഭ്രാന്താലയം. ഇന്നു നാം അഭിമാനത്തോടെ പരസ്യങ്ങളിലും ജീവിതത്തിലും ലോകത്തിൻ്റെ മുമ്പിലും ഹൃദയത്തിൽ തൊട്ട് പറയുന്നുണ്ട്, കേരള ഗോഡ്സ് ഓൺ കൺട്രി, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. മലയാളിയെ ഭ്രാന്താലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ കേരളത്തെ ഉഴുതുമറിച്ചിട്ട നിരവധികളായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകരും ഉൾപ്പെടെ കേരളത്തെ ഭ്രാന്താലയത്തിലേക്ക് തിരിച്ചു നടക്കാൻ നാം അനുവദിച്ചുകൂടാ. കഴിഞ്ഞ 2 ആഴ്ചയായി ഓരോ ദിവസവും നമ്മളോട് കേട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയേറെ ആപൽക്കരമായ അപകടകരമായ വാർത്തകൾ. സ്വന്തം ചോരയിൽ ജനിച്ചു വീണ അനന്തിരവനെ വലിച്ചെറിഞ്ഞു കൊല്ലുമ്പോൾ ആധുനിക സമൂഹത്തിൻ്റെ കംസനായി മാറിയ ഒരാൾക്ക് മറുപടി പോലീസിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്താനുള്ളത് എനിക്ക് അങ്ങനെ തോന്നി എന്ന് മാത്രമാണ്. ചെന്താമരയ്ക്ക് ഇനിയും പിടികൂടാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു തലമുറയിലെ ഒരു കുടുംബത്തെ മുഴുവൻ പേരെയും കൊന്നുകളഞ്ഞ് നിർഭയനായി കോടതിക്ക് മുമ്പിൽ തല ഉയർത്തി പിടിച്ച് 100 കൊല്ലം എന്നെ തൂക്കിക്കൊന്നാലും എന്നെ തടവിലിട്ടാലും പ്രയാസമില്ല എന്ന് പറയാൻ മലയാളത്തിൽ സാധ്യമാകുന്ന ഒരു കാലം. പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇഴകൾ പോലെ മുണ്ടിലെ